ജീവിതത്തിന്റെ പകുതിയിലധികം സമയം മാരിയറ്റിൽ ചെലവഴിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. പകുതി ചെലവോ അല്ല അവന്റെ മാരിയറ്റിലെ ബില്ല് കണ്ടിട്ട് അവന്റെ അച്ഛൻ ഒരു തവണ അബദ്ധത്തില് എന്ത് US വിസ എടുക്കാൻ വേണ്ടി ഇവര് മറ്റേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തല്ലോ, ഇവൻ മാരേജ് കൊടുക്കുന്ന പൈസയുടെ ബില്ല് കണ്ട് ഞെട്ടിയിട്ടാണ് പുള്ളി ഫ്ലാറ്റ് വാങ്ങിക്കുന്നത്. ഞാനിത് കേട്ടു. പിന്നെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞിരുന്നു പേരൻസിന്റെ അടുത്ത് ഇത് പോക്ക് ശരിയല്ല, മോൻ അതുകൊണ്ട് പിടിച്ച് കെട്ടിച്ച് വളരെ സ്ട്രിക്റ്റ് ഞാൻ ആയിട്ടുള്ള ഒരു ഭാര്യ. കരുതിയത് മാരിയറ്റിലെ ജോലിക്കാരനാണ്, കാരണം എപ്പോ ചെന്നാലും മാരിയറ്റിക്കാരനായിരുന്നു ഇങ്ങനെ നടക്കുന്നത്. അല്ല ഞങ്ങള് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ അധികം ചേട്ടാ എന്തിനാ മാരിയറ്റ് ഒക്കെ നമുക്ക് കുറച്ച് താഴാന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ഇതാക്കാറുണ്ട്. അതെ അതെ, താഴെ ഇപ്പൊ 3.5 കോടി ഞാൻ ഹോട്ടൽസിന്റെ കാര്യം പറഞ്ഞു. അല്ല ഇത് തന്നെ ഞാൻ അറിഞ്ഞു, അതായത് മാരിയറ്റ് കൊടുക്കുന്ന പൈസയുടെ അത്ര EMI ഇല്ലെന്ന് അറിയാൻ സാധിച്ചത്. മാരിയറ്റ് പോയി നിൽക്കുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, റൂമിൽ സ്പെൻഡ് ചെയ്യില്ല, ഫുൾ ടൈം എന്തെങ്കിലും തിരക്കായിരിക്കും, ആകെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് റൂമിൽ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും ഫുഡ് എടുക്കില്ല, ഒന്നും ചെയ്യില്ല, എന്നിട്ട് മാരിയറ്റിൽ പോയി നിന്നിട്ട് ചേട്ടന് നഷ്ടല്ലേ എന്ന് ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താടാ അതിനുള്ള മറുപടി കിട്ടുക? ചേട്ടൻ പറഞ്ഞ ശരിയാ അല്ലെ, ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്, ശരിയാ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നില്ല എന്നൊക്കെ പറയും.